കൂടുതൽ വാ പൊളിക്കല് രമേശ, ഈച്ച കയറും. ഈച്ച കയറാനാ വാ വിളിച്ച. നീ എന്താ ഇവിടെ? 2 ചിക്കൻ ബിരിയാണി പാർസൽ ഒന്ന് പ്ലേറ്റിലേ. പാഴ്സലോ? അതാർക്ക്? കൊച്ചമ്മയ്ക്ക്. ഏത് കൊച്ചമ്മ? അവിടെ അതിനാകെ ഒരു കൊച്ചമ്മല്ലേ ഉള്ളു. ആ, എന്റെ ഭാര്യ പഞ്ചമിയല്ലേ അവിടുത്തെ കൊച്ചമ്മ. അതൊക്കെ പണ്ട്. ഇത് രാവിലെ ആണി ഇളകിയ കൊച്ചമ്മക്ക. ആണി ഇളകിയ കൊച്ചമ്മ അതാര്? നിന്റെ പുതിയ ചിറ്റമ്മ അറിയില്ലേ? അതിന് ഹോട്ടലിലെ ഫുഡ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ലല്ലോ. അത് ഇന്നലെ വരെ ഒരു പെണ്ണ് വന്ന് കയറിയ എല്ലാ വാശിയും പമ്പ കിടക്കും. കെട്ടുന്നതിന് മുമ്പ് ആക്സിലും ഗിയറും പോലെ ആയിരുന്നില്ലേ നമ്മൾ വന്നില്? കെട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ഡ്രൈവറും നീ കൊച്ചുമോനാളി ആയില്ലേ? അത്രയൊക്കെ ഉള്ളടാ മനുഷ്യന്റെ കാര്യം. ബിരിയാണി തായില്ലേ കൊച്ചമ്മ റേസാവും. അവര് ബിരിയാണിയെ കഴിക്കത്തുള്ളൂ. അവിടെ വെക്കുന്നൊക്കെ കഴിച്ചോ? അതിനവിടെ വല്ലതും വെക്കണ്ടേ? വേലക്കാരികളെ പറഞ്ഞു വിട്ടതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയും പൗർണമിയും സമരത്തില. ഇന്ന് 2 അടുപ്പിലും തീ പോഞ്ഞിട്ടില്ല. എന്റെ വയറ്റിലാത്തി. താമരാശ ഒന്ന് വേഗം ആകണേ. അപ്പൊ പഞ്ചമിന്ന് പട്ടിണിയാണോ? ഇന്ന് പട്ടിണിയെങ്കിലും ഉണ്ട്, നാളെ അതും കാണുമോന്ന. ബിരിയാണി റെഡി. പിച്ചക്കാരെ പോലെ. അയ്യോ, ഇതെന്റെ ഹോട്ടലിലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ. ഞാൻ വരുത്തിച്ചതാ. വെള്ളം. നല്ല ബിരിയാണിയല്ലേ? ഞാനെങ്ങൊന്നും വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. എന്നെ അങ്ങനെ ആരും തോപ്പിക്കാന്നും കരുതണ്ട. സാരഥി, സാരഥി, വണ്ടി എടുക്കാൻ. എവിടെ പോകാനാ? മനസ്സിന് ഉറങ്ങാനും സമ്മതിക്കില്ല. സാരഥി, വണ്ടി എടുക്ക്. എങ്ങോട്ടാണെന്ന്? ഹോട്ടലിലേക്ക്. കൊച്ചമ്മ പറയണം. കൊച്ചമ്മ പറയാതെ വണ്ടി എടുക്കില്ലല്ലേ? നിവൃത്തിയില്ല. തനിക്ക് അത്രയ്ക്ക് അഹങ്കാരം? രമ എന്നിങ്ങോട്ട് വരട്ടെ, കാണിച്ചു തരാം. ആര് വന്നിട്ടും കാര്യമില്ല. താക്കോലില്ലാതെ വണ്ടി എടുക്കാനും ഓടിക്കാനും എനിക്കറിയില്ല. താക്കോല് കൊച്ചമ്മയുടെ കയ്യിലാ. ഓഹോ, അപ്പൊ ശരിക്കും ഭരണം തുടങ്ങിയല്ലേ? 5 മിനിറ്റിനുള്ളിൽ ആഹാരം ഇവിടെ വരുന്ന തനിക്ക് കാണാം. വന്നാൽ അത് 2 മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കണ കാണണോ? അയ്യോ, അയ്യോ. ഓഹോ, ഫോണും പൂട്ടി വെച്ചല്ലേ? ഉഗ്രം ബിരിയാണി. ദിവസം ഇനി ഇത് മതി. ഇന്ന് പട്ടിണി കിട്ടു, നാളെ അവൾ അടിച്ചിറക്കും. പുത്തനച്ചി പൊരപ്പുറം തൂക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. എത്രത്തോളം പോകുന്നറിയട്ടെ. ഏറെ വിളഞ്ഞാ ഞാൻ അവളെ ഇതുപോലെ പൊരിക്കും. അച്ഛനെങ്ങാനും അറിയണം. തെലുങ്കിലല്ല, വേണേ കണ്ണെടുത്ത് തെറി പറഞ്ഞ് അവിടെ കണ്ണു പൊട്ടിക്കും. എന്നെ ഒതുക്കണമെങ്കിലേ അവൾ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. പുറത്തുനിന്നൊരു ശത്രു വരുമ്പോ അകത്തുള്ളവർ ഒന്നിച്ചു നിൽക്കണം. അത് വല്ലതും ഇവിടെ നടക്കുവോ? എന്താ നടന്നാല്? പൊതു ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ പോലും ഒന്നിക്കുന്നില്ലേ? പിന്നെന്താ നമുക്ക്? ആ തെലുങ്കത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ ആരെയും കൂട്ടുപിടിക്കാൻ ഞാൻ തയ്യാറാ. മരുമക്കളുടെ ശക്തി അവൾ അറിയണം. ഞാൻ റെഡി. എന്നാ ഞാനും റെഡി. താങ്ക് യു. താങ്ക്സ്. കൊള്ളാം. ഈ പോക്ക് പോയാലേ അയാളെല്ലാം കൂടെ തെലുങ്കത്തിയുടെ കാലിന്റെ കീഴെ കൊണ്ട് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2ാം ഘട്ടം 3ാം ഘട്ടം ഒക്കെ ഓരോത്തോടെ ഇഷ്ടമാ. പക്ഷെ അവളെ കൊണ്ട് നമ്മുടെ പിള്ളേരെ ഭരിപ്പിക്കാന്ന് വെച്ചാ ഇപ്പോഴെങ്ങാനും ആ തെലുങ്കത്തിയൻ തെണ്ടിയേറിനെ എന്റെ മുമ്പിൽ കിട്ടണമായിരുന്നു. എന്റെ നിയന്ത്രണം വിട്ടുപോകും. നിയന്ത്രണം വിടേണ്ട സമയമല്ലിത്. നമ്മൾ വളരെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. അതെ, ഞങ്ങളെ പോലെ തന്നെ അച്ഛനും പെട്ടെന്ന് അങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് അടിമയാവും. അങ്ങേരുടെ മനസ്സ് മാറാനേ അധികം നേരമൊന്നും വേണ്ട. സ്വത്തുക്കളല്ല ഈ പിള്ളേരുടെ പേർക്ക് എഴുതി വെച്ചിട്ട് അയാൾ വേണം ഒരു തടിച്ച കന്നഡക്കാരി കെട്ടി. ആ വഴിക്ക് വേണം ചിന്തിക്കാൻ. കന്നഡക്കാരി കെട്ടിപ്പിക്കാൻ ഇനിയും കെട്ടിക്കാന്നൊക്കെ പറഞ്ഞ അയ്യേ. പിന്നെ നിന്റെ തന്തയെ കൊണ്ട് കെട്ടിപ്പിക്കാനിട്ടായിരിക്കും. രമേശ, നീ പോയി അവരോട് സംസാരിക്ക്. ബസ് സർവീസ് ഹോട്ടലിൽ നിനക്ക് എഴുതി തരാൻ പറ. വരുമാനമുള്ള 2 യവന്റെ പേർക്ക് എഴുതി വെച്ചാലേ എന്റെ മോളും മരുമോനും എന്തോന്ന് എടുത്ത് വെച്ചിട്ട് ഞണ്ണും പോയെ ചക്കപ്പൂഞ്ചോ. ബസ് സർവീസ് ഏതായാലും ഞങ്ങൾക്ക് വേണം. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതെ, അതിനാ ഞങ്ങളുടെ തുടക്കം. സ്വത്തിന്റെ പേരിൽ അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഹോട്ടലിനേക്കാൾ എനിക്കിഷ്ടം ബസ്സാ. അപ്പൊ ഹോട്ടൽ വിട്ടുകൊടുക്കാന്നാണോ? രമയല്ലേ ഇത്രയും കാലം നോക്കി നടത്തിയത്? അതിനെന്താ, രമണൻ നോക്കിയാലും ഹോട്ടൽ നടക്കും. ഈ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് ഡീസന്റ് ആയിട്ട് വേണം നടത്താൻ. ഡീസന്റ് ഉണ്ടാ? നിങ്ങൾ ഇവിടെ കിടന്ന് തമ്മി തല്ലാതെ ആദ്യം അയാൾ വല്ലതും തരുമോ നോക്ക്. തരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ ആര് ചോദിക്കും? നിന്നെ കൊണ്ട് ചോദിക്കാൻ കൊള്ളൂല കിഴങ്ങൻ. രമണൻ ചോദിക്കും. ഇല്ല, ഞാൻ പട്ടം മേടിച്ചു കൊടുത്തവരെ കൊണ്ട് ചോദിപ്പിക്കും. ഞാൻ വായിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങളാരും എന്താ അത് ചോദിക്കാത്തേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായി. വയസ്സായി വരികയല്ലേ, എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥാകാലോ. പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. അത് വീരിച്ചു തരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീതിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് കൂടി ഒന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ മോളെ. എങ്ങനെ വീതിക്കണമെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ടോന്ന്. വളരെ നല്ല കാര്യം. ആട്ടെ, പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം?
കൊടുക്കേണ്ടത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ. ഇവരൊക്കെ എന്റെയും കൂടി മക്കളല്ലേ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്കതങ്ങ് നടത്തല്ലേ അച്ഛാ? അച്ഛന്റെ സമ്പാദ്യത്തില് എന്റെ അനിയൻ ലക്ഷ്മണനുണ്ട് ഒരു അവകാശം. സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മക്കളെ? ഇല്ലേ പാർവതി? പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വീട്ടുമുറ്റത്തിൽ വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ട് അവൻ വന്നാൽ നമുക്കിത് ഭാഗം വെക്കാം. എന്തേ? പിന്നെന്താ? വാ. അല്ല അതിന് ചിറ്റപ്പൻ എവിടെ പോയി തപ്പും? അയ്യോ. അത് ചേട്ടനറിയേണ്ട കാര്യമല്ലല്ലോ. ആവശ്യക്കാര് നിങ്ങളല്ലേ. എവിടാ ഉള്ളാന്ന് വെച്ചാ തപ്പിക്കൊണ്ട് വാ. ഓ മുറുക്കാൻ ചെല്ല. കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാൽ വരെ പിടിക്കുന്ന എനിക്കിപ്പം മനസ്സിലായി. ആപത്തിൽ ഉപകരിക്കുന്നവനായി ഈ സാരഥി ലക്ഷ്മണാനന്ദെ ഞാനിപ്പൊ തപ്പിക്കൊണ്ടൊന്ന് തരാം. പക്ഷേ ഷെയർ കിട്ടിയാൽ നിങ്ങൾ എനിക്കെന്ത് തരും? ആ സ്വത്തിന്റെ ജാമ്യത്തിൽ നിനക്ക് ഞങ്ങളൊരു ടൂറിസ്റ്റ് ടാക്സി എടുത്തരാം. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാനിപ്പൊ തന്നെ സ്വാമിയുടെ മഠത്തിലേക്ക് പോവുകയായി. ഓം ശാന്തി. ഇതിന് ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു സാരഥി? ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ നിന്ന് തപ്പിയെടുത്താണ് മുതലാളി. ഇപ്പൊ അവിടെ കിടപ്പ്. ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു മകനെ. അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല. രണ്ടാം ഘട്ടെങ്കിലും അറിയിക്കാൻ വളരെ മോശമായി പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത്. പിന്നെയാണ് നിന്നെ അറിയിക്കുന്നത്. പാർവതി ആ കൈപ്പെട്ടിങ്ങനെ എടുത്തോളൂ. ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ. നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സ്വാമി ആദ്യമായിട്ട് കാണുകയാണല്ലോ. അല്ല, പക്ഷെ എവിടെ വെച്ച്? ഓ, പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. ഓ, പത്മനാഭന്റെ തിരുനടയിൽ. അല്ലല്ല, ഞാൻ അവിടെ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. ഇവൻ അങ്ങനെ പല ഭ്രാന്തും പറയും. നീ താക്കോലെടുത്തേ. മംഗളം ഭവന്തു. ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുതോ മുതലാളി? ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ. ഇത് വീതിച്ചു കൊടുക്ക്. പണ്ടൊക്കെ ഓലയില് ആധാരം എഴുതായി കേട്ടിട്ടുണ്ട്. മുതലാളി തുണിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അല്ല, ഇതൊരു പഴയ മുണ്ടാണല്ലോ മുതലാളി. ആധാരം എഴുതുമ്പോഴെങ്കിലും ഒരു പുതിയ തുണിയിൽ എഴുതരുതോ? അയ്യേ, ഇതൊരു കോടകമാണല്ലോ മുതലാളി. ഇതൊന്ന് വലിച്ചു പിടിച്ചേ. അവർ കാണട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത്. അച്ഛൻ മരിക്കുമ്പോ ആകെ സമ്പാദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ സമ്പാദ്യം എന്തെങ്കിലും വേണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചതാ. പിന്നെ ഈ കാണുന്ന സ്വത്തൊക്കെ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും. അത് ഞാൻ മുണ്ട് മുറുക്കി കൊടുത്തുണ്ടാക്കിയതാ. അതെന്ത് ചെയ്യണമെന്ന് എന്റെ സൗകര്യം പോലെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ നിനക്കൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാനും എന്റെ ഭാര്യയും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ ഇനിയുള്ള കാലം സുഖമായിട്ട് ഇവിടെ കഴിയാം. അതല്ല എങ്കിൽ എന്റെ ഈ പാരമ്പര്യ സ്വത്തും വാങ്ങി മക്കൾ അച്ഛമാരെയും കൂട്ടി ഈ നിമിഷം തന്നെ പടിയിറങ്ങി പോണം. പിന്നെ വഴക്കുണ്ടാവാതെ ഇത് തുല്യമായി വീതിക്കണം. ഒരൊറ്റ മുണ്ടും ഒരു കോണകവും 3 അവകാശികളും. ഞാനിതെങ്ങനെ തുല്യമായിട്ട് പങ്കുവയ്ക്കും? ആ മുണ്ടും കൂടെ കീറി കോണകമാക്കട്ടെ മുതലാളി. അത് ഞാൻ പിന്നെ പറയാം. ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും. സ്വന്തം അച്ഛൻ്റെതല്ലേ? അതല്ലടോ, ഞാൻ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞത്. കോണവും കൊണ്ടുവന്നിരിക്കണം.